നമസ്കാരം, ചന്ദ്രാപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന എക്സാംസിന്, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ്, OA മെയിൻസ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, സെക്രട്ടേറിയറ്റ് OA ഇനി എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അതായത് റിസൾട്ട് വന്നു, പ്രിലിമിനറി റിസൾട്ട് വന്നു, അപ്പൊ മെയിൻസ് കിട്ടിയവർ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമുക്ക് മെയ് 21 എക്സാം. അപ്പൊ ആ എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെ പഠിക്കാം? ഫുള്ളൊന്നും നമുക്ക് പഠിക്കാമല്ലോ. ചിലരെന്ത് ചെയ്യും, കിട്ടിയിട്ട്, അതായത് റിസൾട്ട് കിട്ടിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ഇനി മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളും SCRT ചാപ്റ്റേഴ്സും ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം മതി. അപ്പൊ അത്രയും പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും പ്രിലിമിനറി കിട്ടിയവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പൊ ഇനി എന്ത് ചെയ്യുക, മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ കുറച്ച് നന്നായിട്ട് നോക്കുക. പിന്നെ SCRT ചാപ്റ്റേഴ്സ് വായിക്കുക. അപ്പൊ ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സുകളും ഏതൊക്കെ മെയിൻ ടോപ്പിക്സും ആണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിന് നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന്. ഇത് സെക്രട്ടേറിയറ്റ് OAക്ക് മാത്രമല്ല, ഇനി വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള എക്സാംസിന് ഏതൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നോക്കാം, ഓരോ ക്ലാസ്സും ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് അടിസ്ഥാനമായിട്ട് ഞാനിത് പറയുന്നത്. അതായത് കേരള ചരിത്രത്തിൽ ഏതൊക്കെ ടോപ്പിക് പഠിക്കണം, ഇന്ത്യ ചരിത്രത്തിൽ ഏതൊക്കെ പഠിക്കണം, ലോക ചരിത്രത്തിൽ ഏതൊക്കെ, അങ്ങനെയാണ്. അതായത് നമ്മുടെ കറക്റ്റ് സിലബസ് അനുസരിച്ച് അതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് പഠിക്കണം, ഏതൊക്കെ പേജുകളാണ്, ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമ്മൾ വായിക്കേണ്ടത് എന്നാണ് പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ എല്ലാം കിട്ടും. കാരണം ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, ഇതിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇതിപ്പോ നമുക്കിനി എക്സാം, അതായത് 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ അത് വന്നിട്ടില്ല. നമുക്ക് ഈ 5, 7, 9 ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. LGSനൊക്കെ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതും കൂടി ജസ്റ്റ് പഠിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കേരള ചരിത്രത്തിൽ നിന്ന് ഏതൊക്കെ പഠിക്കണം, ഒരു ടോപ്പിക് എടുക്കുക, അതിൽ നിന്ന് ഏതൊക്കെ പഠിക്കണമെന്ന് നോക്കുക കേട്ടോ. അപ്പൊ കേരള ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് വെച്ചാൽ ക്ലാസ് 7 എടുക്കുക. ക്ലാസ് 7 ചാപ്റ്റർ 4 എടുക്കുക. ചാപ്റ്റർ 4 അനീതിയിൽ നിന്നും നീതിയിലേക്ക്, ആ ചാപ്റ്റർ വായിക്കുക. അതുപോലെ തന്നെ ക്ലാസ് 7 മറ്റൊരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 12, ചരിത്രത്തിന്റെ ആധാരശിലകൾ. നിങ്ങൾ കഴിഞ്ഞ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഇതിൽ നിന്ന് ഇതുപോലെ സെന്റൻസ് പോലും മാറ്റാതെ ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് വായിച്ചിട്ട് തന്നെ പോവുക. അപ്പൊ ഇത് SCRT ചാപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കേരള ചരിത്രത്തിന് ഒരു ചാപ്റ്റർ കൂടി പഠിക്കുക. ക്ലാസ് 10 ചാപ്റ്റർ 8, കേരളം ആധുനികതയിലേക്ക്. കേരള ചരിത്രത്തിൽ നിന്ന് ഈ 3 ചാപ്റ്റേഴ്സ് നോക്കാതെ നിങ്ങൾ പോകരുത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യ ചരിത്രം. ഇന്ത്യ ചരിത്രത്തില് 10ാം ക്ലാസ്സിൽ നിന്നാണ് കൂടുതലും നോക്കേണ്ടത്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 നോക്കുക, സംസ്കാരവും ദേശീയതയും. ചാപ്റ്റർ 4 നോക്കുക, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അതുപോലെ ചാപ്റ്റർ 6 നോക്കുക, സമരവും സ്വാതന്ത്ര്യവും. കൂടാതെ ചാപ്റ്റർ 7 നോക്കുക, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇതെല്ലാം ക്ലാസ് 10 നിന്നാണ് നോക്കേണ്ടത് ഇന്ത്യ ചരിത്രത്തിലെ. ഇനി നമുക്ക് ലോക ചരിത്രത്തിലെ 7 നിന്നും 10 ആണ് നോക്കേണ്ടത്. 7 നിന്ന് 11, ചാപ്റ്റർ 11 നോക്കുക, വിവേചനത്തിനെതിരെ, അതൊന്ന് നോക്കുക. പിന്നെ ക്ലാസ് 10 എന്താണ്, ചാപ്റ്റർ 1 നോക്കുക, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇത് ഉറപ്പായിട്ട് നോക്കിയിട്ടേ പോകാവൂ കേട്ടോ. ക്ലാസ് 10 ചാപ്റ്റർ 1 ആണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോ കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം. ഇനി നമുക്ക് ജിയോഗ്രഫിയിലേക്ക് വരാം. വേൾഡ് ജിയോഗ്രഫി അല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രം എടുക്കുമ്പോൾ ക്ലാസ് 7 നോക്കേണ്ടത് 2 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 5ഉം ചാപ്റ്റർ 9ഉം ആണ്. 5 എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി, ചാപ്റ്റർ 9 എന്ന് പറഞ്ഞാൽ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളുമാണ് നോക്കേണ്ടത്. ഇത് രണ്ടും ക്ലാസ് 7 നിന്നാണ് നോക്കേണ്ടത്. 8 ചാപ്റ്റർ 10 നോക്കുക, ഭൂമിയുടെ പുതപ്പ്. അടുത്ത് നോക്കേണ്ടത് ക്ലാസ് 10 ചാപ്റ്റർ 2ഉം ക്ലാസ് 10 ചാപ്റ്റർ 1ഉം ആണ് കേട്ടോ. കാറ്റിന്റെ ഉറവിടം തേടിയും ഋതുഭേദങ്ങളും സമയവും. ഇത്രയാണ് നമ്മൾ വേൾഡ് ജിയോഗ്രഫിയിൽ നോക്കേണ്ടത്. ഇത് കാറ്റിന്റെ ഉറവിടവും ഋതുഭേദങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ചോദിക്കുന്നുണ്ട്. സോ പിന്നെ ഇതുപോലെ ഭൂമിയുടെ ഭൂപടങ്ങളുടെ കാര്യങ്ങളും അത് ക്ലാസ് 7 നിന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയും വേൾഡ് ജിയോഗ്രഫിയിൽ നിന്ന് നോക്കുക. അടുത്തത് ഇന്ത്യൻ ജിയോഗ്രഫി. ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് നോക്കേണ്ടത് 7, 9, 10 ക്ലാസ്സുകളാണ്. 7ാമത്തെ ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 6 നോക്കുക കേട്ടോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡം നോക്കാൻ തന്നെ ഈ ഉത്തരമഹാസമുദ്രം, അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ 9ാം ക്ലാസ്സിൽ നിന്ന് 1, 2, 3, 7, 8 ആണ് 9ാം ക്ലാസ്സിൽ നോക്കേണ്ടത്. ലോകത്തിന്റെ നെറുകയിൽ നോക്കുക. ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി.
മണലാരണ്യങ്ങളിലൂടെ, പിന്നെ തീരങ്ങളിലൂടെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഈ പീഠഭൂമിയും കാര്യങ്ങളും. അതപ്പോ ഉത്തരമഹാസമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒത്തിരി ഇവിടുന്ന് കിട്ടും. ഇനി 10ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 8 നോക്കുക, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം കൂടെ നോക്കുക. അതുപോലെ കേരള ജിയോഗ്രഫി വരുവാണെങ്കിൽ 5 മാറും നോക്കണം. ചാപ്റ്റർ 8ഉം ചാപ്റ്റർ 3ഉം ആണ് നോക്കേണ്ടത്. ചാപ്റ്റർ 8 നാടറിയാൻ, ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യനുമാണ് നോക്കേണ്ടത്. ഓക്കെയാണ്. ഇനിയും നോക്കണം ഇന്ത്യൻ ഭരണഘടന. എന്ത് നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന നോക്കിയിട്ട് പോണം കേട്ടോ. ക്ലാസ് 7ൽ നിന്ന് ചാപ്റ്റർ 3 നോക്കുക, ഭരണഘടന വഴിയും വഴികാട്ടിയും. 9 ചാപ്റ്റർ 4 ഭരണഘടനയിലെ അധികാര വിന്യാസം. അത് ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണത്. ക്ലാസ് 7ൽ നിന്ന് ചാപ്റ്റർ 8 നോക്കുക, അധികാരം ജനങ്ങൾക്ക്. പിന്നെ ക്ലാസ് 9 ചാപ്റ്റർ 7 നോക്കുക, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. സ്ഥാപനം ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ പല പല കമ്മീഷൻ, പല പല അതൊക്കെ ഉണ്ടല്ലോ, ഓരോ വിവരാവകാശ കമ്മീഷൻ, അങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ നിന്ന് അതുപോലെ ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക, അത് നോക്കാതെ പോരുത്. പിന്നെ 9ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 8 ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് നോക്കുക. 11ാം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, 2ാമത്തെ ചാപ്റ്റർ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഇത് നോക്കണം കേട്ടോ. ക്ലാസ് 11 കൂടി നോക്കുക. പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോക്കേണ്ടത് ക്ലാസ് 7ൽ നിന്ന് ചാപ്റ്റർ 7 ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ നോക്കുക. 9ൽ നിന്ന് ചാപ്റ്റർ 5 നോക്കുക, ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. അത് കൃത്യമായി നോക്കിയിട്ട് പോകണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അടുത്ത ക്ലാസ് 7 എടുക്കുവാണെങ്കിൽ ചാപ്റ്റർ 10 ബജറ്റിന്റെ വികസനത്തിന്റെ നേർരേഖ നോക്കുക. പിന്നെ 11ാം ക്ലാസ്സിൽ നിന്ന് 2 ചാപ്റ്റർ നോക്കണം, 2ഉം നോക്കണം, 3ഉം നോക്കണം. സമ്പദ്ഘടന 1950 തൊട്ട് 1990 വരെയുള്ളതും. പിന്നെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത് കേരള ഭരണ സംവിധാനം 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3ഉം 9ഉം നോക്കുക. പൊതുഭരണവും രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. ഇതുമാണ് കേരള ഭരണ സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകേണ്ട ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സ് ഒന്നും വളരെ വലുതൊന്നും അല്ല, ജസ്റ്റ് നിങ്ങൾ കുറച്ച് വായിച്ചാൽ മതി, കാണാതെ പഠിക്കൊന്നും വേണ്ട. വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ മനസ്സിലാവുന്ന രീതിയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. ബയോളജി നോക്കേണ്ടത് 7ാം ക്ലാസ്സിൽ നിന്ന് 1, 5, 9 ചാപ്റ്ററുകൾ നോക്കുക. വിലയിക്കാം നൂറുമേനി, മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പരിസ്ഥിതി നോവിക്കാതെ, അത് നോക്കുക. പിന്നെ 9ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 3ഉം 4ഉം നോക്കണം, ശ്വസനവും വിസർജനവും ചലനത്തിന് പിന്നിൽ നോക്കാം. പിന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് 1ഉം 3ഉം നോക്കണം, അറിയാനും പ്രതികരിക്കാനും സമസ്ഥിതിക്കുള്ള രാസ സന്ദേശങ്ങൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ ചാപ്റ്റർ 5 7ാം ക്ലാസ്സിലെ. ഇനി നമുക്ക് കെമിസ്ട്രി നോക്കാം. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആസിഡുകളും ബേസുകളും നോക്കുക. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 നോക്കുക, 2 നോക്കുക, 6 നോക്കുക. ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ, ലായനികൾ. അതുപോലെ 10ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 4 നോക്കുക, ലോഹ നിർമ്മാണം കേട്ടോ. ഇത്തിരി സ്ക്രീൻഷോട്ട് എടുത്തെങ്കിലും വെക്കുക കേട്ടോ നിങ്ങൾ. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ബുക്കുകൾ നോക്കിയാൽ മതി, ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. പിന്നെ ഫിസിക്സിൽ വരുമ്പോ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 6ഉം നോക്കണം. പ്രകാശം അത് നോക്കുക, താപം നിത്യജീവിതത്തിൽ. പിന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് 10ാം ചാപ്റ്റർ ബലം. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ നിന്ന് 3, 4, 6, 8 ചാപ്റ്ററുകള് ചലന നിയമങ്ങൾ നോക്കുക, ഗുരുത്വാകർഷണം നോക്കുക, പ്രവൃത്തി ഊർജവും ശബ്ദവും. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് OAക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനും വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യും SCERT ചാപ്റ്റേഴ്സ്. അപ്പൊ SCERT ചാപ്റ്റേഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ ചാപ്റ്ററും ഈ 1 മുതൽ 10, 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ അതിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. അല്ലാതെ നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കണം, അതിന്റെ PDF ഒക്കെ കിട്ടും, അങ്ങനെ പഠിക്കുന്നവർ അങ്ങനെ പോകും. എന്തായാലും നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് OA അടുത്ത് വരുന്ന എക്സാം 21-ന് നമ്മുടെ മെയിൻസ് വരുന്നത്, അതിനുള്ളവർ എന്ത് ചെയ്യുക, ഈ SCERT ചാപ്റ്റേഴ്സുകൾ നോക്കാതെ പോകരുത്. ഇതും നോക്കുക. പിന്നെ എന്താണ്, ഞാൻ കുറച്ച് മെയിൻ ടോപ്പിക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് പഠിച്ചാൽ ഈ സിലബസ് കംപ്ലീറ്റ് ആവത്തില്ല. നമുക്ക് ഈ എക്സാം വന്നതിന് ശേഷം പഠിക്കാൻ തുടങ്ങിയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്രയും സമയത്തിനുള്ളിൽ എന്ത് ചെയ്യില്ല, നമുക്ക് അത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർ ഈ SCERT ചാപ്റ്റേഴ്സ് നോക്കുക. പിന്നെ എന്താണ് നോക്കേണ്ടത്, നമ്മുടെ മെയിൻ ടോപ്പിക്സുകൾ. അതിനെപ്പറ്റി ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ മെയിൻ ടോപ്പിക്സ് നോക്കുക. ഈ ചാപ്റ്റേഴ്സ് ഇപ്പം നിങ്ങൾ ഇത് ഇരുന്ന് വായിച്ച് പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. SCERT ബുക്ക് എടുത്തിട്ട് ഓൺലൈനായിട്ട് അത് PDF ആയിട്ട് കിട്ടും. അതായത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്. കുട്ടികൾക്ക് എഴുതിയിരിക്കുന്നതാണല്ലോ, അപ്പൊ അത് മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പൊ അതൊന്ന് വായിച്ചാൽ മതി. സെന്റൻസുകളൊക്കെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം,
ഇതൊന്നും മിസ് ചെയ്യരുത്. ഇന്ത്യൻ ഭരണഘടന, ജിയോഗ്രഫി അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുക. അപ്പൊ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അത് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് SCRT വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് വായിച്ചു പോകുക കേട്ടോ. ഇത്രയും SCRT ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് OAക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് അവൈലബിൾ നമ്മുടെ ആപ്പിൽ എന്താണ്, ഈ ചാപ്റ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.